ഇനി നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയുടെ റെസിപ്പി പരിചയപ്പെടാം. ഇത് ചോറിൻ്റെയും അതുപോലെ തന്നെ ചപ്പാത്തിയുടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന്. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. എന്നാലും നമ്മളിടുന്ന റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഞാനിപ്പോൾ ഈ മുട്ടക്കറി റെഡിയാക്കിയെടുക്കാൻ വേണ്ടി ഇവിടെ ഒരു 4 എഗ്ഗ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് പുഴുങ്ങി തൊലി കളഞ്ഞതിന് ശേഷം ജസ്റ്റ് ഈ രീതിയിലൊന്ന് വരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അതിലേക്ക് നമുക്കൊരല്പം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പും കൂടി ചേർത്തായിട്ട് ജസ്റ്റ് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതൊരു 5-10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിപ്പോൾ നന്നായിട്ട് തന്നെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊക്കെ ഇപ്പോൾ നന്നായിട്ട് തന്നെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു മീഡിയം സൈസിലുള്ള സബോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ ഒരു 2 പച്ചമുളകും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും, ഒരു 4 അല്ലി വെളുത്തുള്ളിയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും പച്ചമുളകും ചെറുതായിട്ടൊന്ന് അരിഞ്ഞായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്കിതിലേക്ക് ഒരു 2 വലിയ തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തായിട്ട് ഈ സബോളയും തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി നല്ല സോഫ്റ്റായിട്ട് വരണ വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ സബോളയും തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ വഴണ്ടി സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, സാധാ മുളക് പൊടിയാണ്. അതിനൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്തായിട്ട് ഒരു മിനിറ്റോളം ആ മസാലക്കൊത്ത് മാറുന്ന വരെ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാറിയിട്ട് വരണം. ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് തന്നെ ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അതിനായിട്ട് നമുക്കിത് ഈ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ മസാല റെഡിയാക്കിയെടുത്ത പാനിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു വേണ്ടി അതും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കറി ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിപ്പോൾ നന്നായിട്ട് തന്നെ ചൂടായിട്ടുണ്ട്. നമ്മൾ ആദ്യം എടുത്ത പാൻ തന്നെയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അതിലേക്ക് മസാലയൊക്കെ അരിഞ്ഞ് പിടിക്കും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊക്കെ ഇപ്പോൾ നന്നായിട്ട് തന്നെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മസാല തേച്ച് വെച്ചിരുന്ന എഗ്ഗ് ചേർത്തുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഇത്രയും മതി. ഇനി നമുക്ക് ഈ എഗ്ഗ് ഇതിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇനി ഓയിലേക്ക് നമുക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം കൂടി ചേർത്തുകൊണ്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അത് നന്നായിട്ടൊന്ന് മൂപ്പായിട്ട് വന്നാൽ നമുക്കിതിലേക്ക് നമ്മൾ അടിച്ചെടുത്ത മസാലയുടെ പേസ്റ്റ് ഇതിലേക്ക് ചേർത്തുകൊണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അത് നമ്മൾ അടിച്ചെടുത്ത മിക്സിലേക്ക് ഒഴിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. 2-3 മിനിറ്റെങ്കിലും അതിൻ്റെ ഓയിലൊക്കെ ചെറുതായിട്ടൊന്ന് തെളിഞ്ഞ് വരണ വരെ നമുക്കിതൊന്ന് തുറന്ന് വെച്ചിട്ടായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഓയിലൊക്കെ ചെറുതായിട്ടൊന്ന് തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്തുകൊണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത എഗ്ഗും കൂടി ചേർത്തുകൊണ്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഒരു 1-2 മിനിറ്റോളം ഞാനിത് നന്നായിട്ട് തന്നെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നമുക്കിതിലേക്കൊരു 1/4 കപ്പ് നല്ല കട്ടിയുള്ള നാളികേരപ്പാൽ ചേർത്ത് കൊടുക്കുക. നാളികേരപ്പാൽ ചേർത്ത് കൊടുത്താൽ കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതല്ലെങ്കിൽ പാൽ ചിലപ്പോൾ പിരിഞ്ഞു പോകും. ഇപ്പോൾ നമ്മുടെ കറി ചെറുതായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്തുകായിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം. കസൂരി മേത്തി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കയ്യിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ എഗ്ഗ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഈസി ആയിട്ട് നല്ല തിക്ക് ഗ്രേവിയോട് കൂടി തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറിയാണ്. ചോറിൻ്റെയും ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പറ്റുകയാണെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും വേറെ റെസിപ്പിയുമായി കാണാം. താങ്ക്